ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും മൊബൈൽ ഫോണെല്ലാം യൂസ് ചെയ്യുന്നവരാണ്. ഇങ്ങനെ നമ്മൾ മൊബൈൽ ഫോണെല്ലാം യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ സ്റ്റോർ ആകുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സ്ഥലമെല്ലാം വിസിറ്റ് ചെയ്തിരിക്കുന്ന ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മൊബൈലിൽ തന്നെ സേവ് ആകുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ മൊബൈലിൽ നിന്നും ഇത്തരത്തിൽ ഈ ഹിസ്റ്ററി എല്ലാം പലപ്പോഴും പലരും നമ്മുടെ മൊബൈലെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്കെല്ലാം തന്നെ ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് സെർച്ച് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ കാണാനും അവർക്ക് ഇതെല്ലാം തന്നെ നമ്മുടെ മൊബൈൽ എടുത്താൽ മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് ഇത് ഒഴിവാക്കാൻ സാധിക്കുക എന്നെല്ലാം നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്, അതിനാൽ തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് എന്നതിൽ പോവുക. അതിനുശേഷം സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ ID എല്ലാം ഇവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഈ ഒരു ആരോയിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മറ്റ് ഗൂഗിൾ ID എല്ലാം, അതായത് നിങ്ങൾ ഡിഫറെൻറ്റ് ജിമെയിൽ അഡ്രസ്സ് എല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലേത് ജിമെയിൽ അഡ്രസ്സിലാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ ഈ ഇൻഫർമേഷൻ എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടത്, ആ ഒരു ജിമെയിൽ അഡ്രസ്സ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പോകേണ്ടത് ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത്തരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഡാറ്റ ആൻഡ് പ്രൈവസി എന്നതിലാണ് പോകേണ്ടത്. ഇനി നമ്മൾ ഇവിടെ ഡാറ്റ ആൻഡ് പ്രൈവസി എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ലൊക്കേഷൻ ഹിസ്റ്ററി ട്രാക്ക് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് ഹിസ്റ്ററി ട്രാക്ക് ചെയ്യുന്നുണ്ട്, വെബ് ആൻഡ് ആക്ടിവിറ്റി എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു ഡിവൈസിൽ സേവ് ആകുന്നുണ്ട്. അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഇതെല്ലാം കാണാനും സാധിക്കും. അതായത് നമ്മുടെ ഡിവൈസ് എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്കെല്ലാം ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ മൈ ആക്ടിവിറ്റി എന്നതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എൻ്റെ ഈ ആക്ടിവിറ്റി എല്ലാം കാണുന്നുണ്ട്. ഇവിടെ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്തിരിക്കുന്ന സൈറ്റുകൾ, അതുപോലെ നമ്മൾ എന്താണ് സെർച്ച് ചെയ്തിരിക്കുന്നത്, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇതുപോലെ യൂട്യൂബിൽ ഞാൻ കണ്ടിരിക്കുന്ന വീഡിയോസ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ നമ്മൾ വളരെയധികം കെയർഫുള്ളായിരിക്കണം. ഇത്തരത്തിൽ നമ്മൾ കാണുന്ന ഈ കാര്യങ്ങൾ മറ്റുള്ളവരെല്ലാം അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഇതെല്ലാം തന്നെ കാണാൻ സാധിക്കുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നമ്മുടെ പ്രൈവസി എല്ലാം ബാധിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതെല്ലാം ഒഴിവാക്കാൻ സാധിക്കുക? ഇതിനായി നമ്മൾ ഇവിടെ സ്ക്രോൾ ചെയ്തു വരുമ്പോൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്താണ് വച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ നമ്മുടെ വെബ് അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ആക്ടിവിറ്റി എല്ലാം തന്നെ ഇവിടെ ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ടേൺ ഓഫ് എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. നമുക്ക് ഇതൊന്നും ട്രാക്ക് ചെയ്യേണ്ട എങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്നും സേവ് ചെയ്യേണ്ട എങ്കിൽ ടേൺ ഓഫ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ടേൺ ഓഫിൽ പ്രസ് ചെയ്യുമ്പോൾ ടേൺ ഓഫ് എന്ന ഒരു ഓപ്ഷനും, അതുപോലെ ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷനുമാണ് വന്നിരിക്കുന്നത്. ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി എന്നതിലാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നിലവിലുള്ള എല്ലാ ആക്ടിവിറ്റിയും ഡിലീറ്റ് ആവുകയും അതുപോലെ ഈ ഒരു ഓപ്ഷൻ ടേൺ ഓഫ് ആവുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ഇത്തരത്തിൽ ഇത് ടേൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഈ ഒരു ആക്ടിവിറ്റി എല്ലാം ഇതെല്ലാം തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കാം. ഇത്തരത്തിൽ ഇപ്പോൾ കാണാം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു ആക്ടിവിറ്റി എല്ലാം തന്നെ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഇതുപോലെ ബാക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്ഷനിൽ വരുമ്പോൾ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്നത് ഓഫായിരിക്കുന്നത് കാണാം. അതിനാൽ തന്നെ വെബിൽ നിന്നുള്ളത്, അതുപോലെ ആപ്പിൽ നിന്നുള്ള ആക്ടിവിറ്റി എല്ലാം തന്നെ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നതെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ലൊക്കേഷൻ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ലൊക്കേഷൻ ഹിസ്റ്ററി എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ
നമുക്ക് ഇത്തരത്തിൽ ഈ ലൊക്കേഷൻ ഹിസ്റ്ററി എല്ലാം ഓഫ് ചെയ്യാനും അതുപോലെ ആക്ടിവിറ്റി എല്ലാം ഇതെല്ലാം തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതും നമുക്ക് ഇതുപോലെ ടേൺ ഓഫ് ആൻഡ് ഡിലീറ്റ് ആക്ടിവിറ്റി എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് കൊടുത്ത് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു റെക്കോർഡെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ ഇനി ഇത് ട്രാക്ക് ചെയ്യേണ്ട എന്ന് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഈ ലൊക്കേഷൻ ഹിസ്റ്ററിയും ഇനി ഇവിടെ റെക്കോർഡാവുകയില്ല. ഇനി മൂന്നാമതായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് ഹിസ്റ്ററിയാണ്. യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ടേൺ ഓഫ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം പോസ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഗോട്ട് ഇറ്റ് എന്ന് കൊടുത്ത് ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഈ ഹിസ്റ്ററി എല്ലാം തന്നെ ഇതെല്ലാം തന്നെ ഓഫായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ പോസ്ഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഈ ആക്ടിവിറ്റി ഒന്നും തന്നെ ഈ ഒരു മൊബൈലിൽ ഇതൊന്നും തന്നെ ട്രാക്ക് ചെയ്യേണ്ട എന്നാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വന്നിരിക്കുന്ന ഈ സെർച്ച് ഹിസ്റ്ററി, ആപ്പ് ഹിസ്റ്ററി, അതുപോലെ യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി, ലൊക്കേഷൻ ഹിസ്റ്ററി ഇതെല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ മൊബൈൽ എടുക്കുകയാണെങ്കിലും അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ധൈര്യമായി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ മറ്റുള്ളവർ നൽകാനും സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്